കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് എല്ലാ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ യൂസേഴ്സിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പിനെ പരിചയപ്പെടുത്താനാണ്. അതായത് നമുക്ക് എപ്പോഴും മെസ്സേജസ് വരാറുണ്ട്, വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും കാര്യമല്ല ഞങ്ങൾ പറയുന്നത്, SMS വരാറുണ്ട് അല്ലേ. ഈ SMS നോക്കുന്ന സമയത്ത് ജിമെയിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജസ്, ട്രാൻസാക്ഷണൽ മെസ്സേജസ്, പ്രൊമോഷണൽ മെസ്സേജസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറി വൈസ് കാണാൻ പറ്റുകയാണെങ്കിൽ നല്ല സുഖമായിരുന്നു അല്ലേ. മാത്രമല്ല അൺറീഡ് ആയിട്ടുള്ള മെസ്സേജിനെ കുറിച്ച് നോട്ടിഫിക്കേഷൻ വരിക, പിന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ ഒരു പുതിയ മെസ്സേജ് വന്നു എന്ന് കാണുമ്പോൾ അവിടെ നിന്ന് തന്നെ റിപ്ലൈ അയക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻസ് ഉള്ള ഒരു ആപ്പ്. അപ്പം ഇങ്ങനെ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്പിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. ഏതാ ആപ്പ് എന്നൊക്കെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. SMS ഓർഗനൈസർ എന്നാണ് SMS നമുക്ക് ഇത്ര നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് തരുന്ന ഈ ഒരു ആപ്പിൻ്റെ പേര്. സ്മാർട്ടസ്റ്റ് SMS ഇൻബോക്സ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് SMS ഓർഗനൈസർ തരിക. ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ SMS ഓർഗനൈസർ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇനി ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ വെൽക്കം ടു SMS ഓർഗനൈസർ എന്ന് വരും. അവിടെ നമ്മുടെ അടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആ ഒരു ഭാഗത്ത് അക്സെപ്റ്റ് എന്ന് കാണാം, അക്സെപ്റ്റ് ചെയ്യാം. SMS ഓർഗനൈസേഴ്സിന് നമ്മുടെ കോൺടാക്ട്സിൽ ആക്സസ് ചോദിക്കുന്നുണ്ട്, അത് അലോ ചെയ്യുക. നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും, അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു OTP നമ്മുടെ ഫോണിലേക്ക് SMS ആകും. ഇത്രയും കാര്യങ്ങളെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇനി ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് കാണാം, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് ഓക്കെ കൊടുക്കുക. SMS ഓർഗനൈസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങിയാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമ്മുടെ SMS ആ ഒരു ഭാഗത്തിന് കിട്ടുക. പേഴ്സണൽ, ട്രാൻസാക്ഷണൽ, പ്രൊമോഷണൽ, അച്ചീവ്, ബ്ലോക്ക്ഡ് തുടങ്ങിയിട്ടുള്ള കുറേ ഭാഗങ്ങളായിട്ട് നിങ്ങളുടെ SMS ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ടാവും. കുറേ സെക്ഷൻസ് കാണാം. പേഴ്സണൽ എന്നുള്ള ഭാഗത്തിൽ നമ്മുടെ പേഴ്സണൽ കോണ്ടാക്ട്സിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള മെസ്സേജസ് ആണ് കാണുക, അല്ലെങ്കിൽ ഒരാൾ നമുക്ക് അയച്ചിട്ടുള്ള അവരുടെ മൊബൈൽ നമ്പറിൽ നിന്ന് അയച്ചിട്ടുള്ള മെസ്സേജസ് ആണ് കാണാൻ സാധിക്കുക. ട്രാൻസാക്ഷണൽ എന്നുള്ള ഭാഗത്ത് ATM ട്രാൻസാക്ഷൻസ്, നമ്മുടെ പേയ്മെൻറ്റ്സ്, അങ്ങനെ ക്യാഷ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കുക. പ്രൊമോഷണൽ എന്നുള്ള ഭാഗത്ത് പ്രൊമോഷണൽ SMS ആയിട്ട് നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള മെസ്സേജസ് കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആഡ് റിലേറ്റഡ് SMSകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു പ്രൊമോഷണൽ എന്നുള്ള ഭാഗത്ത് ഉണ്ടാകും. പിന്നെയാണ് അച്ചീവ്. നമുക്ക് ഏതെങ്കിലും മെസ്സേജസ് വേണമെങ്കിൽ അച്ചീവ് ചെയ്ത് ഇടാൻ സാധിക്കും. നിങ്ങൾക്ക് അറിയാം അതെങ്ങനെയാണ്. അങ്ങനെ അച്ചീവ് ചെയ്ത് വെച്ചിട്ടുള്ള മെസ്സേജസ് ആണ് ഈ ഒരു ഭാഗത്ത് കാണുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജസ്, നമ്പേഴ്സ് അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വേറെ ഏതെങ്കിലും ഫോൾഡറിലേക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ഈ ഒരു സ്ക്രീനിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് വലത്ത് ഭാഗത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യാം. സ്വൈപ്പ് ചെയ്യുമ്പം ഏത് ഫോൾഡറിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്, മൂവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അത് ട്രാൻസാക്ഷനിലേക്കോ, പ്രൊമോഷനിലേക്കോ, ബ്ലോക്കിലേക്കോ, അർച്ചീവിലേക്കോ നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജസ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൾഡറിലുള്ള മെസ്സേജസ് നിങ്ങൾക്ക് മാർക്കസ് ആൻഡ് റീഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വായിച്ചാലും വായിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഫോണിൻ്റെ മേലിലായിട്ടൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ കാണിക്കുന്നത് ഷോ ഓൺലി അൺറീഡ് എന്നുള്ളതാണ്. ആ ഓപ്ഷൻ ഓൺ ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുള്ള മെസ്സേജസിൽ നിങ്ങൾ വായിക്കാത്ത മെസ്സേജസ് ഒക്കെ അവിടെ കാണും. അത് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുള്ള എല്ലാ മെസ്സേജസും ഒന്നിച്ച് കാണാൻ സാധിക്കും. ഈ ആപ്പിൻ്റെ കൂടുതൽ സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെറ്റിങ്സ് കണ്ടു, സെറ്റിങ്സിലേക്ക് പോവുകയാണ്. ഈ ഒരു ആപ്പ് ഡാർക്ക് തീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് തീം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു നൈറ്റ് മോഡ് എഫക്റ്റ് നമ്മുടെ ഫോണിൽ ലഭിക്കും. ജസ്റ്റ് അത് ഓൺ ചെയ്താൽ മാത്രം മതി. സെറ്റിങ്സിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഡാർക്ക് മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ജനറൽ സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടുന്ന് നമുക്ക് ഫോൺ സൈസ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിംഗ് ടോൺ സെറ്റ് ചെയ്യാം. SMS വരുമ്പം എന്ത് സൗണ്ടാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇത് പെർഫെക്റ്റ്ലി ഓഫ്ലൈൻ ആണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ പിന്നെ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. നെറ്റ് കണക്ഷൻ ഇല്ലാതെയാണ് ഈ ഒരു ആപ്പ് വർക്ക് ആവുന്നത്. ഈ ഒരു ആപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫോണിൽ സ്മാർട്ട് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് താഴെ ഒരു ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു ബെല്ലൈക്കൺ കാണും, അത് വീണ്ടും പ്രസ് ചെയ്യാം. അവിടെ നമുക്ക് ന്യൂ റിമൈൻഡർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ആഡ് ഡിസ്ക്രിപ്ഷൻ.
നിങ്ങൾക്ക് എന്താണ് റിമൈൻഡറായിട്ട് സെറ്റ് ചെയ്യേണ്ടത്? ഇപ്പം ഒരു ബില്ല് അടയ്ക്കാനുള്ള കാര്യമോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ബില്ലടിക്കാനാണെങ്കിൽ ഇലക്ട്രിക് ബില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു പേര് കൊടുക്കുക. താഴെ സെറ്റ് ഡേറ്റ് ആൻഡ് ടൈം എന്ന ഓപ്ഷൻ ഉണ്ട്. എന്നാണോ ആ ഡേറ്റും ടൈമും റിമൈൻഡറിന് വേണ്ടത് അത് സെറ്റ് ചെയ്യാം. താഴെ അറ്റാച്ച് SMS എന്നുള്ള ഒരു ഭാഗം കാണാം. അവിടെ നിന്ന് നമുക്ക് ഏത് SMS ആണോ ഈ ഒരു പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ മെസ്സേജ് സെലക്ട് ചെയ്തതിന് ശേഷം മേലെയുള്ള അറ്റാച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അറ്റാച്ച് ആയിട്ടുണ്ട്. അതിന് ശേഷം ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഒരു റിമൈൻഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു ഡേറ്റും ടൈമും ആകുമ്പോൾ നമുക്ക് മെസ്സേജ് ഒരു അലേർട്ട് അല്ലെങ്കിൽ റിമൈൻഡർ തരും. ഇതൊന്നും കൂടാതെ വേറൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യയിൽ എവിടേക്കും നമുക്ക് ഫ്രീ SMS അയക്കാം. അതിന് താഴെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. 30 SMS ആണ് ഫ്രീ ആയിട്ട് അയക്കാൻ വേണ്ടി പറ്റുക. ഒന്ന് ഞങ്ങൾ അയച്ചതാണ്. അപ്പം ഇനി നമുക്ക് അയക്കണമെങ്കിൽ ഫ്രീ SMS എന്നുള്ള ഭാഗത്തിൽ, ഇപ്പം നിങ്ങൾ ഏത് സിമ്മാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഇവിടെ ചോദിക്കും. അതൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫ്രീ SMS എന്നുള്ള ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യാം. ഇതെന്ന് എങ്ങനെയാണ് മെസ്സേജ് അയക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഫ്രീ SMS എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ 2 എന്ന് വരും. ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് അവരത് എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ അയക്കേണ്ട മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്താൽ മതി. ഇതുപോലെ 30 മെസ്സേജാണ് നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കുക. സപ്പോർട്ട് ഫോർ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ്. ഇതിൽ നമ്മുടെ ഫോൺ ഫോർമാറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു പുതിയ ഫോണിലേക്ക് നമ്മുടെ ഈ സിമ്മൊക്കെ മാറ്റിയിട്ടാലും നമ്മുടെ മെസ്സേജസ് ഒന്നും നഷ്ടപ്പെട്ടു പോവില്ല. പെർഫെക്റ്റ്ലി ഇത് ഓഫ്ലൈനാണ്. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു SMS ഓർഗനൈസർ തന്നെയാണ്. പെർഫെക്റ്റ്ലി ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ആപ്പാണിത്. നിങ്ങളുടെ ഇൻബോക്സ് കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് അല്ലെങ്കിൽ സ്മാർട്ടസ്റ്റ് വേ ഓഫ് ഇൻബോക്സ് നിങ്ങൾക്ക് ഇനി സ്വന്തമാക്കാൻ പറ്റും. ഈ ആപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മടിക്കേണ്ട. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണും. അതുവരെ